ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ് ഹിന്ദിയിലെ 3ാമത്തെ യൂണിറ്റിലെ ജബ് ഗാന്ധിജിക്ക് ഗഡി ചോരി ചലി ഗയി എന്ന പാഠഭാഗത്തിലെ അഡീഷണൽ ആക്ടിവിറ്റീസ് ആണ്. അതായത് സഹി മിലാൻ കരെ എന്ന ഒരു ക്വസ്റ്റ്യനും ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും. രണ്ടും 4 മാർക്കിൻ്റെതാണ്. റിപ്പോർട്ടിന് 4 മാർക്ക്, സഹി മിലാൻ കരെ ശരിയായത് ചേർക്കതെ കമ്പയർ ചെയ്യുക, ഇതിനും 4 മാർക്കാണ്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒന്ന് നോക്കാം. സഹി മിലാൻ കരെ പാർട്ട് 4 ആണ്, ശ്രദ്ധിക്കണം. സഹി മിലാൻ കരെ ശരിയായത് ചേർക്കുക. ഏക് ഗണ്ടേ പഹലെ റൂം കൂളർ ചലാക്കർ ठंडा कर लिया गया. അതിൻ്റെ നേരെ ക്യോംകി ഉൻകി ഗഡി കിസിനെ ചുരാലി. അടുത്തത് ചർച്ചാമേ ഗാന്ധിജിനെ ഖാസ് രുചി नहीं ली. हिंदुस्तान के लोग अपनी मेहनत की खाता है. जब नाश्ते की बारी आई गांधी जी सिकुट सिमट कर बैठ गए. बकरी का दूध और टूटा चम्मच तो अपने खादी के दहली से छोटा सा डिब्बा और चम्मच निकाल दिया. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇത് ശരിയാക്കണം. തെറ്റാണ്, നമ്മൾ ശരിപ്പെടുത്തണം. ഉത്തരം നോക്കാം. ഏക് ഗണ്ടേ പഹലെ റൂം കൂളർ ചലാക്കർ ठंडा कर लिया गया. 1 മണിക്കൂർ മുമ്പ് റൂം കൂളർ ഉപയോഗിച്ചിട്ട് തണുപ്പിച്ചു. അതിൻ്റെ നേരെ ശരിയാക്കണം. ഗാന്ധിജി കുസീപ്പർ സിക്കുട്ട് സിമെറ്റ് കർ ബൈറ്റ് ഗയ. ഇതാണ് ശരി. ഗാന്ധിജി ആ സമയത്ത് ചെയറിൽ ചുരുണ്ടുകൂടിയിരുന്നു. അടുത്തത് ചർച്ചാമേ ഗാന്ധിജിനെ ഖാസ് രുചി നെഹിലി. ചർച്ച ചെയ്യുന്ന സമയത്ത് ഗാന്ധിജി ഒരു താല്പര്യവും പ്രകടിപ്പിച്ചില്ല, ഒരു ഇൻട്രസ്റ്റും കാണിച്ചില്ല. അതിൻ്റെ നേരെ ക്യോംകി റെയിൽഗാഡിമേ ഉൻകി ഗഡി കിസിനെ ചുരാലി. ക്യോംകി എന്തുകൊണ്ടെന്നാൽ ട്രെയിനിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാച്ച് കളവ് പോയി. അടുത്തത് ജബ് നാസ്തേക്ക് ബാരിയായി. എപ്പോഴാണോ പ്രഭാത ഭക്ഷണം തയ്യാറായത്, അപ്പനി ഖാദിക്ക് ദൈലീസെ ചോട്ടാസ. പ്രഭാത ഭക്ഷണത്തിന് സമയമായത്, അപ്പം അദ്ദേഹം വിളിച്ചത് അപ്പനി ഖാദിക്ക് ദൈലീസെ, തൻ്റെ കമ്പിളിയുടെ സഞ്ചിയിൽ നിന്നും ചോട്ടാസ ഡിബ്ബ, ഒരു ചെറിയ ടിന്നിൽ ചമച്ച് നികാൽദിയ, ഒരു ടിന്നും പിന്നെ സ്പൂണും നികാൽദിയ പുറത്തെടുത്തു. ബക്കരി കാ ദൂത് ഓർ ടൂട്ട സമച്ച്. അതിൻ്റെ നേരെ ഹിന്ദുസ്ഥാൻ കെ ലോഗ് അപ്പനെ മെഹനത്തിക്ക് കാത്താഹെ. അതായത് ആട്ടിൻപാലും പിന്നെ ഒരു സ്പൂൺ, പൊട്ടിയ സ്പൂണും. അതിൻ്റെ നേരെ എഴുതേണ്ടത് ഹിന്ദുസ്ഥാൻ കെ ലോഗ്, ഹിന്ദുസ്ഥാനിലുള്ള ജനങ്ങൾ, ഭാരതത്തിലെ ജനങ്ങൾ അപ്പനെ മെഹനത്തിക്ക് കാത്ത, തൻ്റെ കഠിനാധ്വാനം ചെയ്ത് കിട്ടുന്ന ഭക്ഷണമാണ് കാത്തി കഴിക്കുന്നത് എന്നാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇത് 4 മാർക്കിനാണ് ഉണ്ടാകുക. അടുത്തതും പറയാൻ പോകുന്നത് 4 മാർക്കിന്. റെപ്പട്ട് തയ്യാറാക്കാരെ റിപ്പോർട്ട് തയ്യാറാക്കുക. ചോദ്യം നോക്കാം. അഗലേ ദിൻ സമാചാർ പത്രമേ വഹ് यह खबर बड़े बड़े अक्षरों में दी कि गांधी जी की प्रिय गड़ी चोरी चली गई. समाचार पत्र में आने वाला रपट तैयार करें. അകലെ ദിന അടുത്ത ദിവസം സമാചാർ പത്രമേ ന്യൂസ് പേപ്പറിൽ ഖബർ ബഡേ ബഡേ അക്ഷരം, ഈ ഒരു വാർത്ത വലിയ അക്ഷരത്തിൽ വന്നു. എന്തെന്നാൽ ഗാന്ധിജിക്ക് പ്രിയ ഗഡി, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വാച്ച് ചോരി ചലികയി, മോഷണം പോയി എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. സമാചാർ പത്രമേ ആനേവാല റപ്പഡ് തയ്യാർക്കരെ, സമാചാർ പത്രത്തിൽ വന്ന റിപ്പോർട്ട് തയ്യാറാക്കുക. അപ്പോൾ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് ഉണ്ടല്ലോ, പത്രത്തിലൊക്കെ നമ്മൾ കണ്ടില്ല, ഒരു സംഭവം നമുക്ക് തരുമ്പോൾ അതിൽ മുകളിൽ ഒരു ഹെഡിങ് ഉണ്ടാവും. അതാണ് ഇനി കൊടുക്കുന്നത്. ഫസ്റ്റിൽ ഗാന്ധിജിക്ക് ഗഡി ചോരി ചലികയി, ഗാന്ധിജിയുടെ വാച്ച് കളവ് പോയി, ഇതാണ് ഹെഡിങ്. സ്ഥലം അഹമ്മദാബാദ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഭാരത് കെ സ്വതന്ത്രത സംഗ്രാം നേതാ ഗാന്ധിജിക്ക് ഗഡി കൽ ചോരി ചലികയി. जब वे वाइसरॉय माउंटबेटन के साथ चर्चा के लिए रेलगाड़ी पर आ रहे थे तभी यह घटना हुई थी. गांधी जी अब बड़ी अफसोस में है. वाइसरॉय के साथ हुई चर्चा में उन्होंने ज़्यादा रुचि नहीं ली. गड्डी बहुत पुरानी होने पर भी उन्हें यह बहुत प्यारी थी. उसे वे अपनी धोती में कमर से टांग रखता था. जब चाहे निकाल कर टाइम देख लेता था. वे रोज नियम से उसमें चाबी रखता था. अभी तक चोर के बारे में कोई पता नहीं. वाइसरॉय ने भी इस बात पर दुख प्रकट किया. पुलिस ने मुकदमा दर्ज कर दिया है. तलाशी शुरू की है. നമുക്ക് അർത്ഥം നോക്കാം. അഹമ്മദാബാദിലാണ്. ഭാരതിക്ക് സ്വാതന്ത്ര്യ സംഗ്രാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര നേതാവായ ഗാന്ധിജിയുടെ ഗഡി വാച്ച് കൽ ഇന്നലെ ചോരി ചലികയിൽ മോഷണം പോയി.
जब എപ്പോഴാണോ വേ വൈസ്രോയി മൗണ്ട് ബാറ്റൻ കെ സാത്ത് ചർച്ച കയറി എപ്പോഴാണോ അദ്ദേഹം നമ്മുടെ വൈസ്രോയി ആയ മൗണ്ട് ബാറ്റൻ്റെ കൂടെ ചർച്ച നടത്താൻ വേണ്ടി റെയിൽഗാഡിയിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു, ട്രെയിനിൽ ആ രഹേദി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. തബി അപ്പോൾ ഘടന ഹുയി ഈ സംഭവം നടന്നു. ഗാന്ധിജി അബു ബഡി അഫ്സോസ് മേ ഗാന്ധിജി ഭയങ്കര ഖേദത്തിലാണ്. വൈസ്രോയിക്ക് സാത്ത് ഹുയി ചർച്ചാമേ വൈസ്രോയുടെ കൂടെ നടന്ന ചർച്ചയിൽ ഉനോനെ ജ്യാദ രുചി നെഹിങ്കി അദ്ദേഹം പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കാണിച്ചില്ല. ഗഡി ബൗത്ത് പുരാനി ഹോനെ പർ ബി വാച്ച് വളരെ പഴയതാണെങ്കിലും ഉനേം ബൗത്ത് പ്യാരീതി അദ്ദേഹത്തിന് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ വാച്ച്. ഉസ്സേ വ്യാപനി ധോത്തിമേ അത് അദ്ദേഹം തൻ്റെ മുണ്ടിൽ കമർസേ ടാങ്ക് രക്താത അരയിൽ തൂക്കിയിട്ടതായിരുന്നു. ജബ് ചാഹെ നികൽക്കർ എപ്പോഴെങ്കിലും തോന്നുമ്പോൾ നികൽക്കർ പുറത്തെടുത്തിട്ട് ടൈം നോക്കുമായിരുന്നു. വേ റോസ് നിയം സേ ഉസ്മേ ചാബി രക്ത അദ്ദേഹം ദിവസം നിയമം അനുസരിച്ച് അദ്ദേഹം ചാബിയും അതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അബി തക്ക് ചോർക്കെ ബാരേമേ ഇപ്പോൾ വരെ ഈ സമയം വരെ ചോർക്കെ ബാരേമേയും കള്ളനെ കുറിച്ച് പോയി പതാനെയും ഒരു വിവരമില്ല. വൈസ്രോയിനെ ബി ഇസ് ബാത്ത് पर ദുഃഖ പ്രകടിക്കുക വൈസ്രോയിയും ഈ കാര്യത്തിൽ ദുഃഖം പ്രകടിപ്പിച്ചു. പോലീസിനെ മുക്കദ്ദമ ദർജ കൃതിയായ പോലീസ് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. തലാശി ശുരൂക്കി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. ഓക്കെ, ഇതാണ് റിപ്പോർട്ട്. എല്ലാവരും പഠിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് പാർട്ട് 4 ആണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത പാഠഭാഗം നമുക്ക് പഠിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക, സപ്പോർട്ട് ചെയ്യുക. ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മുന്നോട്ടുള്ള പോക്ക്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു.